ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. എഴുന്നേറ്റ ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറാനുള്ള മടി കൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് മൈൻഡൊന്ന് സെറ്റായി വരും. പുറത്ത് നല്ല ഇരുട്ടാണ്, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ സുഖം അത് വേറെ ഒന്നും തന്നെയാണ്. കിച്ചണിൽ വന്ന ശേഷവും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തൊക്കെ കയറിയെങ്കിരുന്നു. ഇന്നലെ രാത്രി കിച്ചണൊക്കെ ഒന്ന് തൂത്തിട്ട് ഞാൻ ചവറുകോരി എടുത്ത് ഗ്യാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ അതിനെ എടുത്ത് അങ്ങ് മാറ്റുവാണ്. കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ഞാൻ വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ. വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒന്നും അല്ല, ഈ പേപ്പർ അങ്ങനെയൊക്കെ ഇല്ലേ, അപ്പം നമ്മൾ അടിച്ച് വാരിയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ആ ബക്കറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക്. പിന്നെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ലതുപോലെ തൊണ്ട വെള്ളം പോലെ തോന്നും. രാത്രി മുഴുവൻ വെള്ളം കുടിക്കാതെയൊക്കെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്കിന്ന് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലി സാമ്പാറുമാണ്. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തെയും കൂടെ പിന്നെ അത് മതി. പിന്നെ ഒരു വാഴക്കൊമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് തോരനാക്കണം. പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിൽ തന്നെ അരിഞ്ഞിടുവാണ്. സാമ്പാറിലിടാൻ വേണ്ടി കുറച്ച് ഐറ്റംസേ ഉള്ളൂ. വെള്ളരിക്കയും തക്കാളിയും കത്തിരിക്കയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പരിപ്പ് ഞാൻ ഇത്തിരി കൂടുതൽ ഇടാറുണ്ട്, നല്ലോണം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരിപ്പും കൂടെ കഴുകി കുക്കറിലിട്ടിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ച് ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ സാമ്പാർ വെച്ചതിന് ശേഷം ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 കുക്കർ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ചീത്തയായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ രണ്ടും വയ്ക്കുന്നത്. കൂമ്പിൻ്റെ 2-3 ഇതളുകൾ ഞാൻ അതുപോലെ എടുത്ത് കളഞ്ഞിട്ടാണ് പിന്നെ അരിഞ്ഞെടുക്കുന്നത്. കൂമ്പ് അരിയുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കയ്യിൽ തേക്കാറുണ്ട്. അതിൻ്റെ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് നമ്മളെ കത്തിയൊക്കെ ചതറി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തുണിയെടുത്ത് കുറച്ചൊന്ന് കൈ തുടച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് കൊത്തി അരിയുന്നത് കേട്ടോ. ഈ ഒരു സാധനത്തിന് നല്ലപോലെ വലയുണ്ട്. അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് വീണ്ടും കുറച്ചുകൂടെ കയ്യിൽ ഇങ്ങനെ തടവിയതിന് ശേഷം ഇത് നല്ലവണ്ണം ഇങ്ങനെ കറക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വല ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും കേട്ടോ. ആ വല മൊത്തം പോകുന്നത് വരെ ഇങ്ങനെ കുറച്ചെടുത്ത് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കടുവറുത്തതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ അതിനെടുത്ത് തട്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി തോരൻ അരച്ചിടും പോലെയൊക്കെ അരച്ചിട്ടാൽ മതി. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോഴത്തേക്ക് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇപ്പം നേരമൊക്കെ നല്ല വെളുത്തിട്ടുണ്ട്. മക്കളും ചേട്ടനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഇഡ്ഡലിക്കുള്ള മാവും കൂടെ കോരി വയ്ക്കുകയാണ്. ഇഡ്ഡലിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ വേറെ കറികളും കൂടെ വച്ചിട്ടുണ്ടായിരുന്നേ. കേശുവിൻ്റെ കൂടെ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും പരിപ്പ് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ സോയാബീനും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ കേശുവിന് പിന്നെ അതും മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പപ്പടം നമ്മൾ രാവിലെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ എടുക്കാറുണ്ട്. പപ്പടം പൊരിച്ചിട്ട് ബാക്കി വന്ന എണ്ണയിൽ തന്നെ ഞാൻ കടുവറുത്ത് സാമ്പാറിനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദേവുട്ടി കുളിച്ചിട്ട് യൂണിഫോമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ യൂണിഫോം നേരത്തെ തേച്ച് വെക്കാറില്ല കേട്ടോ. മക്കൾ പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ തേച്ച് കൊടുക്കാറുള്ളത്. പിന്നെ തേച്ചുടനെ തന്നെ ഇടുമ്പോഴത്തേക്ക് വലിയ ചുളുക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. കേശു അകത്ത് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കേശുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ കോരി എടുക്കുകയാണ്. വാഴക്കുമ്പൂ തോര അവന് ഇഷ്ടമാവുമോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സോയാബീൻ ഫ്രൈയും അച്ചാറും പരിപ്പും പപ്പടവും കൂടെയാണ് ഉള്ളത്. പരിപ്പ് ഞാൻ ഒരു കുഞ്ഞും പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. എനിക്ക് സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ഡപ്പ വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ. അതിന് എവിടെയെങ്കിലും പോകുമ്പോൾ അതിന് വാങ്ങിക്കണം. ഇനി 2 പേർക്കും വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചെടുത്താൽ പിന്നെ അവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഈ ബോട്ടിലുകൾ ചരിച്ച് വയ്ക്കുന്നത് വെള്ളം കളയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഒരുപോലത്തെ ബോട്ടിലായതുകൊണ്ട് തന്നെ അടപ്പുകൾ തമ്മിൽ മാറിപ്പോയ വെള്ളം കളഞ്ഞു പോവും. മക്കളും ചേട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നൊക്കെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്തുള്ള ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുമെന്നല്ല, ഒരുപാട് സമയമെടുത്ത് ഭക്ഷണം കഴിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടിൻ്റെ ഒക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വന്ന് ഒന്നും വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വെള്ളദാഹമാണ്. പിന്നെ ഞാൻ വന്ന് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ പുറവും കൂടെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ചതാണ്. കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് ആ ബോട്ടിലിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ അടുപ്പിൻ്റെ പുറവും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മക്കൾ പോകുന്നവർ റെസ്റ്റ് ഇല്ലാത്ത ജോലിയായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും കൊണ്ടുവരുന്നതാണ്, പയറും പാവയ്ക്കൊക്കെ. ഞാൻ എല്ലാ തിങ്കളാഴ്ചയും അവരെന്നിങ്ങനെ വാങ്ങിക്കാറുണ്ട്.
ഈ അടുപ്പിൻ്റെ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇതൊന്നും എടുത്ത് മാറ്റാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു അടുപ്പായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചില സമയം വിചാരിക്കും. അതാകുമ്പോഴത്തേക്കും ഒന്നും എടുത്ത് മാറ്റാതെ തുടച്ചങ്ങ് എടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ എപ്പോഴും ആഹാരം ഉണ്ടാക്കിയാലും അതൊക്കെ എടുത്ത് മാറ്റി കഴുകിയിട്ട് വെച്ചാലേ വൃത്തിയായിരിക്കുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചമ്മയൊക്കെ വന്നതായി എവിടെ കിടപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എന്താ ഇവിടെ തറയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ പുറത്തുകൊണ്ട് കളയാണ് ചെയ്യുന്നത്. പിന്നെ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കും. പിന്നീട് കൊണ്ടുവന്ന് കത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പുറത്തുള്ള അടുപ്പിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് മഴയായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കിച്ചണിൻ്റെ ക്ലീനിങ്ങും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമായി. ഇനി എനിക്ക് രാവിലത്തെ പണിയെന്ന് പറയുന്നത് ഡ്രസ്സും കൂടെ കഴുകിടുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ കഴുകാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ തുണി കഴുകലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പണി എനിക്ക് അവിടെ തീരും. ഈ ആഴ്ചയുടെ പുറത്തോടെ കാച്ചിൻ്റെ വള്ളികളും കൂടെ പടർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് തുണികൾ മാത്രമേ അവിടെ വിരിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം ടി വിയും കൂടെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം 12:45 കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. തുണി കഴിയപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ എത്തി നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന്. ഇനി പിന്നെ വൈകുന്നേരം മക്കൾ വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയേ ഉള്ളൂ. അവർ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.